ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? എന്നൊരു ചിക്കൻ 65ൻ്റെ ബിരിയാണി റെസിപ്പി ആയിട്ടായിരുന്നു വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ചിക്കൻ ഞാൻ മസാല പുരട്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് കോൺഫ്ലവറും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അത് എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ നല്ലോണം ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഭാഗം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. അപ്പോൾ രണ്ടാമത്തെയും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ കോരി മാറ്റിയ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ 2 മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. അത് വാടി വരാനായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ കേട്ടോ, കാരണം ഞാനിവിടെ മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട് ഇതിൽ. എനിക്ക് മാഗി ക്യൂബിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ്റെ ഐറ്റംസിലേക്ക് അത് ചേർക്കും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളകും വേണം കേട്ടോ. ഞാൻ ഇവിടെ എരിവ് അത്ര ഇഷ്ടമല്ല അങ്ങനെ, അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ ഒരു 1.5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളി കേട്ടോ, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് വിട്ട് വരുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഞാനിവിടെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് വഴറ്റിയെടുക്കുന്നത് കേട്ടോ തക്കാളി. അത് ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. തക്കാളി ഇട്ടതിന് ശേഷമാണ് ഓർമ്മ. അപ്പോൾ പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും പെരുംജീരകം പൊടിച്ചതും പിന്നെ ഒരു മാഗി ക്യൂബും ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തക്കാളിയൊക്കെ നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. പൊടികളുടെ പച്ചമുളക് മാറി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനിന് കുറച്ച് മാത്രം, മീൻസ് പകുതി മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി പകുതി നമുക്ക് പിന്നെ ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് ഇളക്കി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചോറ് ദം ചെയ്യണം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിനേക്ക് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഓണിയൻ നല്ല ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ്, ക്യാഷും പിന്നെ അതുപോലെ മുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട് കേട്ടോ. ബദാമിൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് എടുത്തത്. ദം ചെയ്യാൻ തുടങ്ങാം. ആ മസാല അതിലേക്ക് ഇട്ടെടുത്തിട്ട്
ഇതൊന്നും പിന്നെ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ബിരിയാണിയൊക്കെ വെക്കാൻ എല്ലാവരും പറയുന്നതല്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തൊക്കെ പറഞ്ഞതേ. അപ്പോൾ ഇതാ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊരിച്ച് വെച്ച ഒനിയനും കാഷ്യും ബദാമും പിന്നെ കിസ്മിസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരബദ്ധം പറ്റിയ എന്താണെന്ന് വെച്ചാൽ മല്ലിയിലും കറിവേപ്പിലയും ഇല്ലായിരുന്നു കേട്ടോ, തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിൽ കാണാനത്. അപ്പോൾ ഇത് ബാക്കി വന്ന ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ദം ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.